മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖം ആകെ ഡള്ളായിരിക്കാണ്, ചീർത്തിട്ടുണ്ട്, നീര് വന്ന പോലെ തോന്നുന്നുണ്ട്. മൊത്തത്തില് മുഖത്തിനൊരു ജീവനില്ലാത്ത പോലെ. ഇതിൽ മോശമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് ക്രീമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് ചിട്ടകൾ മാറ്റിയിട്ടുണ്ട്, ഉറക്കം നോർമൽ ആക്കിയിട്ടുണ്ട്, എന്നിട്ടും ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങളുടെ മുഖത്തിന് വേണ്ട രീതിയിൽ രക്തയോട്ടം കിട്ടുന്നില്ല. രക്തം മുഖത്തിലെ ചർമ്മത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ചർമ്മത്തിന് വേണ്ട രീതിയിലുള്ള ഓക്സിജൻ കിട്ടില്ല, ന്യൂട്രിയൻസ് കിട്ടില്ല, മിനറൽസ് കിട്ടില്ല. ഇതില്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിനൊരു നാച്ചുറൽ ആയിട്ടുള്ള കളറൊക്കെ നഷ്ടപ്പെടുക. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളുടെ മുഖത്തിന് കാണുന്നത് സത്യത്തിലൊരു ചർമ്മ പ്രശ്നമല്ല, അത് രക്തയോട്ടത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മുഖത്തെ ചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു തുടങ്ങുന്നത്? അതിന്റെ പ്രധാന കാരണം ഇപ്പോഴത്തെ കാലത്ത് സ്ട്രെസ്സാണ്. അതുപോലെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന അവസ്ഥ, ജലാംശം ശരീരത്തിൽ കുറയുന്ന അവസ്ഥ, എക്സർസൈസ് ഇല്ലായ്മ. ഇങ്ങനെയുള്ള വ്യക്തികൾ എത്ര ക്രീം ഉപയോഗിച്ചാലും അവരുടെ മുഖത്തിന്റെ ചർമ്മത്തിന്റെ ആരോഗ്യം പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം, മുഖത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാം? അതിനായിട്ട് 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തത്, രാവിലെ എണീറ്റ ഉടനെ തന്നെ മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ്. തണുത്ത വെള്ളം മുഖത്തെത്തുമ്പോൾ രക്തധമനികൾ ഒന്ന് ചുങ്ങുന്നുണ്ട്. അതിനുശേഷം രക്തധമനികൾ ഒന്ന് വികസിക്കുമ്പോൾ ഒരു രക്തപ്രവാഹം പോലെ മുഖത്ത് സംഭവിക്കുകയാണ്. ഒരു 10 സെക്കൻഡ് ചെയ്താൽ മതി. രണ്ടാമത്തത്, എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ഒരു 60 സെക്കൻഡ് ഫേസ് മസാജ് ചെയ്യുക. ഇതുവഴി സ്കിന്നിലെ രക്തയോട്ടത്തെ നമ്മൾ മുകളിലേക്ക് പുഷ് ചെയ്യുക. അതുപോലെ തന്നെ സ്കിന്നിലുള്ള നീര് പതുക്കെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നടക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്പീഡിൽ നടക്കുക. അങ്ങനെ വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയാണ്, കൂടുതൽ ശക്തിയിൽ രക്തയോട്ടം കിട്ടുകയാണ്. എക്സർസൈസ് എന്ന് പറയുന്നത് ഏതൊരു ഫേസ് ക്രീമിനെക്കാളും ഗംഭീരമാണ്. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ രക്തത്തിലെ ഇരുമ്പിന്റെ അംശം നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനായിട്ട് കൂടുതൽ ഇലക്കറികൾ കഴിക്കാം. ഈ പറയുന്ന ചിട്ടകൾ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തിലെ രക്തയോട്ടം കുറയാണ്, ചർമ്മം പട്ടിണി കിടന്നു തുടങ്ങുകയാണ്. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും